സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതിന് ശേഷം അബ്രഹാം ഉടമ്പടിയിൽ ചേരാനും ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാനും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളോട് ട്രംപ് നേരിട്ട് ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ നിർണായകമായ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളുമായി നടത്തിയ ഉന്നതതല ചർച്ചകൾ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂചലനത്തിന് തന്നെ തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള ദീർഘകാല വൈരാഗ്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് മേഖലയിലെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി അബ്രഹാം ഉടമ്പടി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന ശക്തമായ നിലപാടുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാനും അവരുമായി പൂർണ്ണതോതിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഈ രാജ്യങ്ങളോട് ട്രംപ് നേരിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ നിർദ്ദേശം കേട്ട മാത്രയിൽ ഭരണാധികാരികൾ പ്രകടിപ്പിച്ച പ്രതികരണം അതീവ ശ്രദ്ധേയമായിരുന്നു. ട്രംപിന്റെ വാക്കുകൾക്ക് മുന്നിൽ വലിയൊരു മൗനം തന്നെയായിരുന്നു മറുപടിയായി ലഭിച്ചത്. വർഷങ്ങളായി നിലനിൽക്കുന്ന പലസ്തീൻ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ജനവികാരങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ ആവശ്യം അത്ര എളുപ്പത്തിൽ അംഗീകരിക്കാൻ പാകത്തിലുള്ളതല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ നിശബ്ദത. സംഭാഷണത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വിളിച്ചൊതുന്നതായിരുന്നു ചർച്ചയ്ക്കിടെ ട്രംപ് തമാശ രൂപേണ ചോദിച്ച ചോദ്യം. മറുഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും ലൈനിലുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കേണ്ടി വന്നത് എബ്രഹാം ഉടമ്പടിയെക്കുറിച്ചുള്ള അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ കടുത്ത വിമുഖതയെയും നയതന്ത്രപരമായ അസ്വസ്ഥതയെയും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. ഇസ്രായേലുമായുള്ള സഹകരണം പല മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇപ്പോഴും ഒരു രാഷ്ട്രീയ ടാബു അഥവാ നിഷിദ്ധമായ കാര്യമായാണ് കണക്കാക്കപ്പെടുന്നത്. മതപരവും വൈകാരികവുമായ കാരണങ്ങളാൽ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ ജനങ്ങൾ വൈമനസ്യം കാണിക്കുമ്പോൾ സർക്കാരുകൾക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ വഴങ്ങുക എന്നത് ഏറെ സങ്കീർണമായ വെല്ലുവിളിയാണ്. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലും മേഖലയിൽ ഇസ്രായേലിനെ ഒരു പ്രധാന പങ്കാളിയാക്കാനുള്ള ട്രംപിന്റെ നീക്കം ഗൗരവകരമായ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ നിർബന്ധപൂർവമായ ഇടപെടൽ മേഖലയിലെ അധികാര സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതും ഏതെല്ലാം രാജ്യങ്ങൾ ഈ സമ്മർദ്ദത്തിന് വഴങ്ങുമെന്നതും വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമായി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാന്റെ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുക എന്നത് ആ രാജ്യത്തിന് അത്യന്തം അപകടകരമായ ഒരു നയതന്ത്ര നീക്കമാണ്. ഇതിന്റെ പ്രധാന കാരണം പാകിസ്ഥാൻ ജനതയുടെ വികാരങ്ങളുമായി കെട്ടിപ്പിടിഞ്ഞു കിടക്കുന്ന പലസ്തീൻ വിഷയമാണ്. ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നത് രാജ്യത്തിനകത്ത് കടുത്ത ആഭ്യന്തര പ്രതിഷേധങ്ങൾക്കും വൻതോതിലുള്ള കലാപങ്ങൾക്കും വഴിവെക്കുമെന്ന് ഷെരീഫ് സർക്കാർ ഭയപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ ഉയർത്തുന്ന കാശ്മീർ വിഷയവുമായി പലസ്തീൻ പ്രശ്നത്തെ പാകിസ്ഥാൻ നിരന്തരം താരതമ്യം ചെയ്യാറുണ്ട്. അതിനാൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടുകളെയും വാദങ്ങളെയും ആഗോളതലത്തിൽ ദുർബലപ്പെടുത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ നിലവിൽ ജയിലിലാണെങ്കിലും പാകിസ്ഥാനിൽ വലിയ ജനപിന്തുണയുള്ള മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഈ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തു വന്നത് സർക്കാരിന്റെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേലിനെ അംഗീകരിക്കാനുള്ള സർക്കാരിന്റെ ഏതൊരു നീക്കത്തെയും ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയായി ചിത്രീകരിച്ച് ജനങ്ങളെ അണിനിരത്താൻ ഇമ്രാൻഖാന് കഴിയുന്നത് ഷെരീഫ് ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയ്ക്കും മുന്നറിയിപ്പുമായി അമേരിക്കൻ സെനറ്റർ ലിൻസേ ഗ്രാം രംഗത്തെത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ നിർദ്ദേശം നിരസിച്ചാൽ ഭാവിയിലെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ പാത പിന്തുടർന്നില്ലെങ്കിൽ അമേരിക്കയുമായുള്ള ഭാവി ബന്ധം അപകടത്തിലാകുമെന്ന രീതിയിലുള്ള ഭീഷണി പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. നേരത്തെ ഗാസയിലെ സമാധാന ചർച്ചകളുടെ ഭാഗമായി ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് കമ്മിറ്റിയിൽ പാകിസ്ഥാൻ ചേർന്നപ്പോൾ തന്നെ രാജ്യത്തിനകത്ത് കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ തന്നെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ഇത് അബ്രഹാം ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതല്ലെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് തന്നെ നേരിട്ട് അബ്രഹാം ഉടമ്പടിയിൽ ചേരാൻ ആവശ്യപ്പെട്ടതോടെ ആ വിശദീകരണങ്ങൾ അപ്രസക്തമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് സാമ്പത്തികമായും നയതന്ത്രപരമായും അമേരിക്കയുമായുള്ള ബന്ധം തകർക്കാൻ കഴിയാത്ത അവസ്ഥ, മറുവശത്ത് രാജ്യത്തെ ജനവികാരത്തെയും ആഭ്യന്തര സുസ്ഥിരതയെയും മാനിക്കേണ്ട നിർബന്ധിത അവസ്ഥ. പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഒരു ഊരാക്കുടുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ നയതന്ത്ര യുദ്ധത്തിൽ ഷഹബാസ് ഷെരീഫ് സർക്കാർ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക എന്നത് മിഡിൽ ഈസ്റ്റിന്റെയും ദക്ഷിണേന്ത്യയുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും.